ഇസ്രയേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ച് തെക്കൻ ലബനനിൽ നിന്ന് പിൻവാങ്ങുന്നതുവരെ ആയുധം താഴെവെക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഹിസ്ബുള്ള മേധാവി സമാധാനത്തിന് തയ്യാറാണ്. പക്ഷേ തെക്കൻ ലബനനിലെ വ്യോമാക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ പിന്നോട്ടു പോകില്ലെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ നമ്മുടെ നിലപാട് മയപ്പെടുത്താനോ ആയുധം താഴെവെക്കാനോ ആവശ്യപ്പെടാൻ കഴിയില്ല. മുഹൂർത്തിലെ ആശുറ ദിനത്തിൽ തെക്കൻ ബൈറൂത്തിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് അനുയായികളോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുൻ തലവൻ ഹസൻ നസ്രുള്ളയുടെ ചിത്രങ്ങളും മഞ്ഞ ബാനറുകളുമായാണ് അനുയായികൾ എത്തിയത്. ശത്രു ഇസ്രയേൽ ആക്രമണം തുടരുകയും 5 പോയിന്റുകൾ കൈവശപ്പെടുത്തുകയും നമ്മുടെ പ്രദേശങ്ങൾ അതിക്രമിച്ചു കയറി കൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രതിരോധിക്കില്ലെന്ന് എങ്ങനെയാണ് നിങ്ങൾ കരുതുക? ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ആക്രമണം അവസാനിപ്പിക്കുകയും തടവുകാരെ മോചിപ്പിക്കുകയും പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ചർച്ചാ മേശയിൽ ഉണ്ടാകില്ല. നഈം ഖാസി വ്യക്തമാക്കി. ഇന്നലെയും കിഴക്കൻ നഗരമായ ബാൽബക്കിന് ചുറ്റുമുള്ള പ്രദേശം ഉൾപ്പെടെ തെക്കൻ കിഴക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ലബനൻ സ്റ്റേറ്റ് നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ, ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നിവ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. അതേസമയം യമൻ തീരത്ത് ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ആയുധധാരികളുടെ ആക്രമണം ഉണ്ടായി. യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 8 ബോട്ടുകളിലായി എത്തിയ സംഘമാണ് ആസൂത്രിത ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലിലെ സായുധ സുരക്ഷാ സേനയും തിരിച്ച് വെടിയുതിർത്തതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചു. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് UKMTO അറിയിച്ചു. 8 ചെറിയ ബോട്ടുകളിലായാണ് അക്രമി സംഘം കപ്പൽ വളഞ്ഞതെന്നാണ് വിവരം. കപ്പലിന് നേരെ വെടിയുതിർത്തതിന് പുറമെ റോക്കറ്റ് പ്രൊപ്പല്ലഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. ചെങ്കടലിൽ വടക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ബോട്ടുകൾ കപ്പലിനെ വളഞ്ഞതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. 2 ഡ്രോൺ ബോട്ടുകൾ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റിയതായും മറ്റ് 2 ബോട്ടുകൾ കപ്പലിലെ സുരക്ഷാ വിഭാഗം തകർത്തതായുമാണ് വിവരം. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘം ഖത്തറിലെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ചർച്ചയിലുള്ളത്. ഈ കാലയളവിൽ സ്ഥിരമായ യുദ്ധവിരാമം ചർച്ച ചെയ്യാമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ഞായറാഴ്ചയും കനത്ത വ്യോമാക്രമണം നടത്തി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ട്രംപ് നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ച ഹമാസ് സ്ഥിര യുദ്ധ വിരാമം സംബന്ധിച്ച് വ്യക്തമായി ഉറപ്പ് കിട്ടണമെന്നും ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസയിൽ 100ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ഞായറാഴ്ച വ്യോമാക്രമണം നടത്തിയത്. 24 മണിക്കൂറിനിടെ 80 പലസ്തീനികളെ കൂടി കൊലപ്പെടുത്തി. 304 പേർക്ക് പരിക്കേറ്റു. ഇതുവരെ 57,418 പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 1,36,261 പേർക്ക് പരിക്കേറ്റു. വെടിനിർത്തലിൽ ഹമാസിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.